ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഗ്രേഡ് 7-ലെ ആൾജിബ്രിക് എക്സ്പ്രഷൻസ് എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഇതിലും കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആയ കാരണം ഒറ്റ വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ m=2 എന്നൊരു വാല്യൂ തന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഓരോ എക്സ്പ്രഷനിലും എമ്മിൻ്റെ പ്ലേസിൽ നമ്മൾ 2 എഴുതി കൊടുക്കണം. ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ m-2. ഇവിടെ നമുക്ക് എമ്മിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടല്ലോ, m=2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എമ്മിൻ്റെ പ്ലേസിൽ നമുക്ക് 2 എഴുതാം. 2 മൈനസ് 2 2 മൈനസ് 2 എത്രയാ? 0 ആണ് അല്ലേ. അടുത്തത് നോക്കാം നമുക്ക്. 3m മൈനസ് 5. ഇവിടെ നമുക്ക് എമ്മിൻ്റെ പ്ലേസിൽ 2 കൊടുക്കണം. അപ്പോൾ 3m എന്നുള്ളത് 3 ഇൻറ്റു 2 എന്നായി മാറും. മൈനസ് 5 ഈക്വൽസ് ടു 3 ഇൻറ്റു 2 ഈസ് 6 മൈനസ് 5. 6 മൈനസ് 5 ഈസ് 1. അടുത്തത് നോക്കാം. 9 മൈനസ് 5m. അപ്പോൾ നമുക്ക് എമ്മിൻ്റെ പ്ലേസിൽ 2 കൊടുക്കാം. 9 മൈനസ് 5 ഇൻറ്റു 2. 5m എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു m ആണ്. അപ്പോൾ നമുക്ക് ആ m ഉള്ള പ്ലേസിൽ 2 കൊടുക്കണം. അപ്പോൾ 9 മൈനസ് 5 ഇൻറ്റു 2 ഈസ് 10. വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ സബ്ട്രാക്ട് ചെയ്തിട്ട് വലിയ നമ്പറിൻ്റെ കൂടെയുള്ള സൈനാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇവിടെ 10 ആണ് വലിയ നമ്പർ അല്ലേ. അപ്പോൾ 10 മൈനസ് 9 1 ആണ്. 10ൻ്റെ കൂടെയുള്ള സൈൻ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് സൈനാണ്. നമുക്കതവിടെ എഴുതി കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3m² മൈനസ് 2m മൈനസ് 7. ഇവിടെ രണ്ട് പ്ലേസിൽ നമുക്ക് m കാണാൻ പറ്റുന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് എമ്മിന് പകരം 2 കൊടുക്കണം. 3 ഇൻറ്റു m² എന്ന് പറയുമ്പോൾ 2² ആണ് അല്ലേ. 2² മൈനസ് 2 ഇൻറ്റു 2 മൈനസ് 7. 3 ഇൻറ്റു 2² എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 മൈനസ് 2 ഇൻറ്റു 2 ഈസ് 4 മൈനസ് 7 ഈക്വൽസ് ടു 3 ഇൻറ്റു 4 ഈസ് 12. 12 മൈനസ് 4 മൈനസ് 7. ഒരേ സൈൻ ഉള്ളതിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് ഫസ്റ്റ് ചെയ്യാം. 12 ഇവിടെ എഴുതാം നമുക്ക്. കഴിഞ്ഞിട്ട് ഇവിടെ -4 -7 ആണല്ലോ. രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് മൈനസ് സൈൻ കൊടുക്കണം. അപ്പോൾ 4 + 7 11 ആണ്. സൈന് മൈനസ് കൊടുത്തു. ഇപ്പോൾ 12 മൈനസ് 11 എന്ന് പറയുമ്പോൾ 1 ആണല്ലോ ആൻസർ. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 5m/2 മൈനസ് 4. ഇവിടെ നമുക്ക് എമ്മിൻ്റെ പ്ലേസിൽ 2 കൊടുക്കാം. 5 ഇൻറ്റു 2/2 മൈനസ് 4 എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽസ് ടു 5 ഇൻറ്റു 2 ഈസ് 10. 10/2 മൈനസ് 4. 10/2 എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കിതിനെ 2 ആയിട്ട് കട്ട് ചെയ്യാം. 10ൽ 2 5 ടൈംസ്, 2ൽ 2 1 ടൈം. നമുക്കിപ്പോൾ എന്താ ആൻസർ കിട്ടിയത്? 5 മൈനസ് 4. ദാറ്റ്സ് ഈക്വൽസ് ടു 1. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്ക് പിയുടെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. ഈ എക്സ്പ്രഷൻസിലെല്ലാം നമ്മൾ പിക്ക് പകരം -2 എന്ന് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കാം. 4p + 7 ഈക്വൽസ് ടു 4 ഇൻറ്റു പിക്ക് പകരം -2 + 7 ഈക്വൽസ് ടു 4 ഇൻറ്റു -2 എന്ന് പറയുമ്പോൾ -8 ആണ് പ്ലസ് 7. അപ്പോൾ ഇവിടെ എന്താ? വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ സബ്ട്രാക്ട് ചെയ്തിട്ട് വലിയ നമ്പറിന്റെ സൈൻ കൊടുക്കാം നമുക്ക്. 8 മൈനസ് 7 1 ആണ്. വലിയ നമ്പറിന്റെ കൂടെയുള്ള സൈൻ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണ്. മനസ്സിലായല്ലോ. -1 എന്ന ആൻസർ കിട്ടി. അടുത്ത എക്സ്പ്രഷൻ -3p² + 4p + 7 ഈക്വൽസ് ടു -3 ഇൻറ്റു -2² + 4 ഇൻറ്റു -2 + 7. നോക്കാം നമുക്ക്. -3 ഇൻറ്റു -2 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആയിരിക്കും. 2² 4 ആണ്. പ്ലസ് 4 ഇൻറ്റു -2 -8 ആണ്. പ്ലസ് 7 ഈക്വൽസ് ടു -3 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് ഈസ് നെഗറ്റീവ്. 3 ഇൻറ്റു 4 ഈസ് 12 പ്ലസ് -8 പ്ലസ് 7. ഇനി നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സ് ഒന്നിച്ചെഴുതാം. -12 മൈനസ് 8 പ്ലസ് 7. സെയിം സൈനുള്ള രണ്ട് നമ്പേഴ്സും കൂടെ ആഡ് ചെയ്തിട്ട് ആ സൈൻ കൊടുക്കാം. 12 + 8 ഈസ് 20 പ്ലസ് 7. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഡിഫറൻറ്റ് സൈനായി. ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും ആണ്. അപ്പോൾ നമുക്ക് വലുതിൽ നിന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ കൊടുക്കാം. 20 മൈനസ് 7 ഈസ് 13 ആൻഡ് നെഗറ്റീവ് സൈൻ. അപ്പോൾ -13 എന്നാണ് ആൻസർ കിട്ടിയത്. മനസ്സിലായല്ലോ. ഇനി അടുത്തത് നോക്കാം. -2p³ മൈനസ് 3p² + 4p + 7.
ഇവിടെ നമുക്ക് പിയുടെ പ്ലേസിലെല്ലാം -2 കൊടുക്കാം. അപ്പോൾ -2 ഇൻറ്റു -2 ഹോൾ ക്യൂബ് മൈനസ് 3 ഇൻറ്റു -2 ഹോൾ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു -2 പ്ലസ് 7. ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. -2 ഇൻറ്റു -2 ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ -8 ആണ്. അതായത് -2 ഇൻറ്റു -2 ഇൻറ്റു -2 വരും. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്, പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഈസ് നെഗറ്റീവ്. 2 ഇൻറ്റു 2 ഈസ് 4, 4 ഇൻറ്റു 2 ഈസ് 8. മനസ്സിലായല്ലോ? അങ്ങനെയാണ് ഇവിടെ -8 എഴുതിയത് കേട്ടോ. മൈനസ് 3 ഇൻറ്റു -2 ഇൻറ്റു -2 ഈസ് 4. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഈസ് പോസിറ്റീവ്. പിന്നെ 2 ഇൻറ്റു 2 ഈസ് 4. പിന്നെ 4 ഇൻറ്റു -2 പ്ലസ് 7. -2 ഇൻറ്റു -8 ഈസ് പോസിറ്റീവ് 16. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മൈനസ് 3 ഇൻറ്റു 4 ഈസ് 12 പ്ലസ് 4 ഇൻറ്റു -2 ഈസ് -8 പ്ലസ് 7. ഇനി നമുക്ക് നെഗറ്റീവ് സൈനുള്ള നമ്പേഴ്സ് എല്ലാം ഒന്നിച്ചെഴുതാം, പോസിറ്റീവ് സൈനുള്ളതൊക്കെ ഒന്നിച്ചെഴുതാം. അപ്പോൾ 16 പ്ലസ് 7 മൈനസ് 12 മൈനസ് 8. ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് വരുന്നത്? 16 പ്ലസ് 7 എന്ന് പറയുമ്പോൾ 23 മൈനസ് 12 പ്ലസ് 8 ഈസ് 20. ഇവിടെ രണ്ടും ഒരേ സൈനാണ്, അതുകൊണ്ട് ആ മൈനസ് സൈൻ നമ്മൾ ഇവിടെ എഴുതി. ഒരേ സൈൻ വരുമ്പോൾ നമ്മൾ ഇൻഡിജേഴ്സ് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ 12 പ്ലസ് 8 20 ഇവിടെ എഴുതി. 23 മൈനസ് 20 ഈസ് 3. മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻസ് വെൻ എക്സ് ഈക്വൽസ് ടു -1. അപ്പോൾ നമുക്ക് ഇവിടെ ഈ എക്സ്പ്രഷനിൽ എക്സ് ഉള്ള പൊസിഷനിലൊക്കെ നമ്മൾ എന്താണ് എഴുതേണ്ടത്? -1 എന്നാണ് എഴുതേണ്ടത് അല്ലേ? അപ്പോൾ 2x മൈനസ് 7 ഈക്വൽസ് ടു 2 ഇൻറ്റു -1 മൈനസ് 7 ഈക്വൽസ് ടു 2 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ അത് -2 ആണ്. -2 മൈനസ് 7, രണ്ടിനും നെഗറ്റീവ് സൈൻ ആണുള്ളത്. അപ്പോൾ ആ സൈൻ എഴുതി. 2 പ്ലസ് 7 ഈസ് 9. -9 ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, -x പ്ലസ് 2 ഈക്വൽസ് ടു -1. എക്സിൻ്റെ പ്ലേസിൽ നമുക്ക് തന്ന -1 തന്നെ എഴുതണം. ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന നെഗറ്റീവ് അവിടെ തന്നെ ഉണ്ടാവുകയും വേണം. എന്നിട്ട് പ്ലസ് 2. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവായി 1 ഇങ്ങനെ തന്നെ എഴുതാം. 1 പ്ലസ് 2 ഈക്വൽസ് ടു 3. ഇതിൻ്റെ റൂൾസ് എല്ലാം നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാണാത്തവരാണെങ്കിൽ അത് കാണണം, എല്ലാ കൺഫ്യൂഷൻസും മാറ്റണേ. അടുത്തത് x² പ്ലസ് 2x പ്ലസ് 1 ഈക്വൽസ് ടു -1² പ്ലസ് 2 ഇൻറ്റു -1 പ്ലസ് 1 equals to -1 into -1 will be +1 plus 2 into -1 will be -2 plus 1 equals to പോസിറ്റീവ് നമ്പേഴ്സൊക്കെ ഒരു ഭാഗത്ത് എഴുതാം. നമുക്ക് 1 plus 1, അതിനുശേഷം നമുക്ക് നെഗറ്റീവ് നമ്പറും എഴുതാം. 1 plus 1 minus 2 എന്ന് കിട്ടി അല്ലേ? 1 plus 1 എന്ന് പറയുമ്പോൾ 2 ആണ്. 2 minus 2 equals to 0. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2x² minus x minus 2 equals to 2 into -1 whole square minus -1 minus 2 equals to 2 into -1 whole square എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. മൈനസ് മൈനസ് വരുമ്പോൾ അത് പ്ലസ് ആവുന്നു. +1 minus 2. 2 into 1 is 2. 2 plus 1 minus 2, that's equals to 2 plus 1 is 3. 3 minus 2 equals to 1. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എയുടെ വാല്യൂവും ബിയുടെ വാല്യൂവും തന്നിട്ടുണ്ട്. ഓരോ എക്സ്പ്രഷനിലും ആ വാല്യൂസ് എഴുതിയിട്ട് നമുക്കതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. a² പ്ലസ് b² ഈക്വൽസ് ടു, എയുടെ പൊസിഷനിൽ 2 ആണുള്ളത്, അപ്പോൾ നമുക്ക് 2² എന്ന് എഴുതാം. പ്ലസ് ബിയുടെ പൊസിഷനിൽ -2 ആണുള്ളത്, അപ്പോൾ നമുക്ക് -2 ഹോൾ സ്ക്വയർ എന്നും എഴുതാം. ഇനി ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2² എന്ന് പറഞ്ഞാൽ 4 ആണ്. പ്ലസ് -2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാലും 4 തന്നെയാണ്.
അപ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടുന്നത് 4 + 4 = 8 എന്നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ a² + ab + b². a² പകരം നമുക്ക് 2² എന്ന് എഴുതാം. പ്ലസ് ab എന്ന് പറയുമ്പോൾ 2 × -2 പ്ലസ് -2 സ്ക്വയർ. 2² is 4 plus 2 × -2 is -4 പ്ലസ് -2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് 4 തന്നെയാണ്. -2 × -2 is +4. ഇത് നമുക്ക് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഒക്കെ അടുത്തടുത്ത് എഴുതാം. 4 + 4 - 4. അപ്പോൾ 4 + 4 എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 - 4 is 4. മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. a² - b² = 2² - -2². 2² എന്ന് പറയുമ്പോൾ അത് 4 ആണ്. 4 - -2 × -2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 4 ആണ്. അപ്പോൾ 4 - 4 തന്നെയാണ് വന്നത്. ഇവിടെ ആൻസർ 0 ആണ് കേട്ടോ. ആദ്യം ഈ മൈനസും ഈ നെഗറ്റീവും കൂടെ പ്ലസ് ആക്കി എഴുതരുതാരും. ഇത് സോൾവ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് -2 × -2 = 4 എന്നാണ്. അപ്പോൾ ഈ നെഗറ്റീവ് സൈൻ അങ്ങനെ ക്യാൻസലായി പോയി. പിന്നെ നമ്മൾ ഇവിടെ ഈ നെഗറ്റീവ് ഉള്ളത് മാത്രമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 4 - 4 = 0 എന്ന് കിട്ടും. മനസ്സിലായല്ലോ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? അടുത്തത് ഇവിടെ നമുക്ക് a = 0 b = -1 രണ്ട് വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ 2a + 2b = 2 × 0 പ്ലസ് 2 × -1. എയുടെ വാല്യൂ 0 ആയിരുന്നു. ബിയുടെ വാല്യൂ -1 ആണ്. അതെഴുതി. 2 × 0 എന്ന് പറയുമ്പോൾ 0 തന്നെയാണ്. 0 പ്ലസ് 2 × -1 എന്ന് പറഞ്ഞാൽ -2 ആയി. ദാറ്റ്സ് ഈക്വൽസ് ടു -2. ഇതാണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 2a² + b² + 1. ഇവിടെ 2 × a² എന്താ 0 ആണ് അല്ലേ? 0 × 0 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. b² -1 ഹോൾ സ്ക്വയർ പ്ലസ് 1 ഈക്വൽസ് ടു 2 × 0 × 0 0 ആയി പോയി. -1² എന്ന് പറഞ്ഞാൽ അത് 1 തന്നെയാണ്. പ്ലസ് 1 ഈക്വൽസ് ടു 1 + 1 is 2. അടുത്തത് 2a² b + 2ab² + ab. ഇവിടെ നമുക്ക് 2 × 0 × -1. 0 സ്ക്വയർ ഒന്നും എഴുതേണ്ട ആവശ്യമില്ലല്ലോ. പ്ലസ് 2 × 0 × -1 സ്ക്വയർ പ്ലസ് 0 × -1. 2 × 0 × -1 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ് അല്ലേ? പ്ലസ് 2 × 0 × -1 സ്ക്വയറും 0 തന്നെയാണ്. പ്ലസ് 0 × -1ഉം 0 തന്നെയാണ്. അപ്പോൾ നമുക്ക് 0 എന്ന് തന്നെ ആൻസർ എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ a² + ab + 2. a² 0 തന്നെയാണ്. 0 സ്ക്വയർ 0 ആണല്ലോ. പ്ലസ് ab 0 × -1 + 2. ദാറ്റ്സ് ഈക്വൽസ് ടു 0 പ്ലസ് 0 × -1 is 0 പ്ലസ് 2. നമ്മുടെ ആൻസർ 2 എന്നാണ്. ക്ലിയർ ആയില്ലേ കൂട്ടുകാരെ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. സിംപ്ലിഫൈ ദ എക്സ്പ്രഷൻസ് ആൻഡ് ഫൈൻഡ് ദ വാല്യൂ ഇഫ് x is equals to 2. ഇവിടെ നമുക്ക് കുറച്ച് എക്സ്പ്രഷൻസ് തന്നിട്ടുണ്ട്. എക്സിൻ്റെ വാല്യൂവും തന്നിട്ടുണ്ട്. എക്സ്പ്രഷൻസ് ആദ്യം സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിട്ട് വേണം നമ്മളതിൽ എക്സിൻ്റെ വാല്യൂ കൊടുക്കാനായിട്ട്. ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം നമുക്ക്. x + 7 + 4 × x - 5. അപ്പോൾ ആദ്യം നമുക്ക് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യണം. അതിനായിട്ട് x + 7 + 4 × x is 4x - 4 × 5 is 20. ഇനി നമുക്ക് ലൈക്ക് ടേംസ് എല്ലാം ഒന്നിച്ച് എഴുതാം. x + 4x ലൈക്ക് ടേംസ് ആണ്. അതുപോലെ തന്നെ 7 - 20 ലൈക്ക് ടേംസ് ആണ്. x + 4x എന്ന് പറഞ്ഞാൽ 5x ആണ്. പിന്നെ ഇവിടെ നമുക്ക് 7 - 20 ഉണ്ട്. വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ സബ്ട്രാക്ട് ചെയ്തിട്ട് വലിയ നമ്പറിൻ്റെ സൈനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 20 - 7 എന്ന് പറഞ്ഞാൽ 13 ആണ്. നമുക്ക് ഈ മൈനസ് സൈൻ ഇവിടെ കൊടുക്കാം. ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ കൊടുക്കാം. x = 2 എന്നല്ലേ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്.
അപ്പോൾ ഈക്വൽസ് ടു 5 ഇൻറ്റു 2 മൈനസ് 13, ദാറ്റ് ഈസ് 10 മൈനസ് 13. നമുക്ക് വരുന്ന വാല്യൂ 13 മൈനസ് 10 എന്ന് പറയുമ്പോൾ 3 ആണ്. സൈൻ നെഗറ്റീവ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ -3. ഇനി അടുത്തത് 3 ഇൻറ്റു എക്സ് പ്ലസ് 2 പ്ലസ് 5x മൈനസ് 7. ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാം. 3 ഇൻറ്റു എക്സ് ഈസ് 3x പ്ലസ് 3 ഇൻറ്റു 2 ഈസ് 6 പ്ലസ് 5x മൈനസ് 7. ഇനി ലൈക്ക് ടേംസ് എല്ലാം ഒന്നിച്ച് എഴുതാം. 3xും 5xും ലൈക്ക് ടേംസ് ആണ്. പ്ലസ് 6 മൈനസ് 7. 3x പ്ലസ് 5x 8x ആണ്. 6 മൈനസ് 7 ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് -1 എന്ന് എഴുതാം. ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ കൊടുക്കാമല്ലോ. 8 ഇൻറ്റു 2 മൈനസ് 1 ഈക്വൽസ് ടു 16 മൈനസ് 1 ദാറ്റ് ഈസ് 15. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 6x പ്ലസ് 5 ഇൻറ്റു എക്സ് മൈനസ് 2. ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാം. 6x പ്ലസ് 5 ഇൻറ്റു എക്സ് ഈസ് 5x മൈനസ് 5 ഇൻറ്റു 2 ഈസ് 10. ഇവിടെ നമുക്ക് ലൈക്ക് ടേംസ് ഒക്കെ ഒന്നിച്ച് തന്നെയാണ് ഉള്ളത്. 6x പ്ലസ് 5x എന്ന് പറഞ്ഞാൽ 11x ആണ്. മൈനസ് 10. എക്സിൻ്റെ വാല്യൂ കൊടുക്കാം. 11 ഇൻറ്റു 2 മൈനസ് 10 ഈക്വൽസ് ടു 22 മൈനസ് 10. 22 മൈനസ് 10 എന്ന് പറഞ്ഞാൽ 12 ആണ്. ഇതാണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 4 ഇൻറ്റു 2x മൈനസ് 1 പ്ലസ് 3x പ്ലസ് 11. ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാം. 4 ഇൻറ്റു 2x ഈസ് 8x മൈനസ് 4 ഇൻറ്റു 1 ഈസ് 4 പ്ലസ് 3x പ്ലസ് 11. ലൈക്ക് ടേംസ് ഒന്നിച്ച് എഴുതാം. 8x പ്ലസ് 3x മൈനസ് 4 പ്ലസ് 11 ഈക്വൽസ് ടു 8x പ്ലസ് 3x എന്ന് പറഞ്ഞാൽ 11x ആണ്. മൈനസ് 4 പ്ലസ് 11 എന്ന് പറയുമ്പോൾ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ സബ്ട്രാക്ട് ചെയ്യണം. 11 മൈനസ് 4 ഈസ് 7. ഇവിടെ 11ൻ്റെ കൂടെയുള്ള സൈന് പ്ലസ് ആണ്. അപ്പോൾ ആ പ്ലസ് തന്നെ ഇവിടെ എഴുതി കൊടുക്കുക. ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ കൊടുക്കാം. 11 ഇൻറ്റു 2 പ്ലസ് 7 22 പ്ലസ് 7 ദാറ്റ് ഈസ് 29. ഇതാണ് നമ്മുടെ ആൻസർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിംപ്ലിഫൈ ദീസ് എക്സ്പ്രഷൻസ് ആൻഡ് ഫൈൻഡ് ദെയർ വാല്യൂസ്. നമുക്ക് എക്സ് ഈക്വൽസ് ടു 3, എ ഈക്വൽസ് ടു -1, ബി ഈക്വൽസ് ടു -2 എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്ന ഓരോ എക്സ്പ്രഷനിലും ആവശ്യമായിട്ടുള്ള സ്ഥലത്ത് നമുക്ക് ഓരോ വാല്യൂസും യൂസ് ചെയ്യാം. ഫസ്റ്റ് വൺ 3x മൈനസ് 5 മൈനസ് എക്സ് പ്ലസ് 9. നമുക്കിതിൽ ലൈക്ക് ടേംസ് എല്ലാം ഒന്നിച്ചെഴുതാം. 3x മൈനസ് എക്സ് മൈനസ് 5 പ്ലസ് 9. 3x മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ 2x ആണ്. മൈനസ് 5 പ്ലസ് 9 പ്ലസ് 4 എഴുതാം. ഇനി എക്സിൻ്റെ വാല്യൂ ഇവിടെ ഉണ്ടല്ലോ 3 അല്ലേ. അപ്പോൾ നമുക്ക് 2 ഇൻറ്റു 3 പ്ലസ് 4 ദാറ്റ് ഈസ് 2 ഇൻറ്റു 3 ഈസ് 6 പ്ലസ് 4 ഈക്വൽസ് ടു 10. ഈസി അല്ലേ കൂട്ടുകാരെ. അടുത്തത് 2 മൈനസ് 8x പ്ലസ് 4x പ്ലസ് 4. ഇവിടെ നമുക്ക് ലൈക്ക് ടേംസ് ഒന്നിച്ചെഴുതാം. 2 പ്ലസ് 4 മൈനസ് 8x പ്ലസ് 4x ഈക്വൽസ് ടു 2 പ്ലസ് 4 6 ആണ്. മൈനസ് 8x പ്ലസ് 4x എന്ന് പറയുമ്പോൾ മൈനസ് 4x. 8ൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്തു. 8ൻ്റെ കൂടെയുള്ള മൈനസ് സൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ കൊടുക്കാം. 6 മൈനസ് 4 ഇൻറ്റു 3 ഈക്വൽസ് ടു 6 മൈനസ് 4 ഇൻറ്റു 3 12 ആണ്. അപ്പോൾ 12 മൈനസ് 6 ആണ്. 12ൻ്റെ കൂടെയുള്ള സൈന് നെഗറ്റീവ് സൈന് ഇവിടെ കൊടുക്കാം നമുക്ക്. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 3a പ്ലസ് 5 മൈനസ് 8a പ്ലസ് 1 ഈക്വൽസ് ടു 3a മൈനസ് 8a പ്ലസ് 5 പ്ലസ് 1 ഈക്വൽസ് ടു 3a മൈനസ് 8a എന്ന് പറയുമ്പോൾ -5a പ്ലസ് 5 പ്ലസ് 1 ഈസ് 6. ഇനി എയുടെ വാല്യൂ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? -1 ആണ് അല്ലേ. അപ്പോൾ -5 ഇൻറ്റു -1 പ്ലസ് 6. -5 ഇൻറ്റു -1, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആണ്. 5 ഇൻറ്റു 1 ഈസ് 5 പ്ലസ് 6 ഈക്വൽസ് ടു 11. ഇതാണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 10 മൈനസ് 3b മൈനസ് 4 മൈനസ് 5b.
ലൈക്ക് ടേംസ് ഒക്കെ അടുത്ത് എഴുതാം നമുക്ക്. 10 - 4 - 3b - 5b ഈക്വൽസ് ടു 10 - 4 is 6. ഇത് രണ്ടും മൈനസ് ആണ്, അപ്പോൾ മൈനസ് സൈൻ തന്നെ ഇവിടെ എഴുതിയിട്ട് 3b + 5b 8b ആയിരിക്കും. ഇനി നമുക്ക് ബിയുടെ വാല്യൂ കൊടുക്കാം. 6 - 8 × -2. 6 - 8 × -2 is +16. 6 + 16 = 22. മനസ്സിലായല്ലോ. അടുത്തത് 2a - 2b - 4 - 5 + a. ലൈക്ക് ടേംസ് ഒക്കെ ഒന്നിച്ച് എഴുതാം. 2a + a - 2b - 4 - 5 equals to 2a + a is 3a - 2b - 4 - 5 is -9. ഇനി നമുക്ക് ഓരോ വാല്യൂസ് കൊടുക്കാം. 3 × എക്ക് നമുക്ക് ഇവിടെ വാല്യൂ ഉള്ളത് -1 ആണ്. -2 × ബിയുടെ വാല്യൂ ഇവിടെ നമുക്ക് -2 ആണ്. -9 equals to 3 × -1 is -3. -2 × -2 is +4 -9. ഇനി നമുക്ക് ഒരേ സൈൻ ഉള്ളവരൊക്കെ ഒന്നിച്ച് എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 4 - 3 - 9 ആണ്. 4 - 12 equals to -8. ഇതാണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്ക് വാല്യൂസ് തന്നിട്ടുണ്ട്, ഓരോന്നായിട്ട് നോക്കാം. z³ - 3 × z - 10. സിംപ്ലിഫൈ ചെയ്യാം. z³ - 3 × z is 3z -3 × -10 is +30. ഇനി നമുക്ക് z-ന്റെ വാല്യൂ കൊടുക്കാം. 10³ - 3 × 10 + 30 equals to 10³ എന്ന് പറഞ്ഞാൽ എന്താ? 10 × 10 × 10 ആണ്, അത് 1000 ആണ് അല്ലേ. -3 × 10 is 30 + 30. ഇനി നോക്കൂ, ഇവിടെ നമുക്ക് ഡിഫറൻസ് സൈൻ ആയിട്ടുള്ള ഒരേ നമ്പറാണ് വന്നിട്ടുള്ളത്. അത് രണ്ടും ക്യാൻസലായി പോവും. -30 + 30 ക്യാൻസൽഡ്. ആൻസർ 1000 ആണ് കേട്ടോ. അടുത്തത് p² - 2p - 100. ഇവിടെ നമുക്ക് പിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, അത് -10 ആണ് തന്നിട്ടുള്ളത്. അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -10² - 2 × -10 - 100 equals to -10² എന്ന് പറഞ്ഞാൽ -10 × -10 ആണ്. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആണ്. 10 × 10 100 ആണ്. നമുക്ക് 100 എന്ന് തന്നെയാണ് അവിടെ കിട്ടുന്നത്. 100 മൈനസ് ഇവിടെ -2 × -10 ആണ്, അത് +20 ആയി മാറും. -100. അപ്പോൾ ഇവിടെ നമുക്ക് +100ഉം -100ഉം ഉണ്ട്, രണ്ടും ക്യാൻസലായി. നമ്മുടെ ആൻസർ 20 എന്ന് മാത്രമായി കേട്ടോ. മനസ്സിലായല്ലോ. അടുത്തത് ചെയ്യാം. What should be the value of a if the value of 2x² + x - a equals to 5 when x equals to 0? അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ 2x² + x - a equals to 5 എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് x equals to 0 ആയിക്കഴിഞ്ഞാൽ എയുടെ വാല്യൂ എന്തായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് എക്സിൻ്റെ പ്ലേസിലൊക്കെ ഒന്ന് 0 കൊടുക്കാം. 2 × 0² എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. +0 - a equals to 5. 2 × 0 0 +0 - a equals to 5. -a equals to 5 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ അല്ലേ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. a equals to ഈ സൈൻ അങ്ങോട്ട് മാറണം. -a 5 ആണെങ്കിൽ a -5 ആയിരിക്കും. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് നോക്കാം കേട്ടോ. ഈ ചാപ്റ്ററിലെ ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. സിംപ്ലിഫൈ ദ എക്സ്പ്രഷൻ ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് വാല്യൂ വെൻ a equals to 5 and b equals to -3. നമുക്ക് നോക്കാം. 2 × a² + ab + 3 - ab. ഇവിടെ നമുക്ക് എയുടെ പ്ലേസിലൊക്കെ 5 കൊടുക്കണം, ബിയുടെ പ്ലേസിലൊക്കെ -3 കൊടുക്കണം. ആദ്യം നമുക്കത് സിംപ്ലിഫൈ ചെയ്യാൻ വേണം. അപ്പോൾ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാം. 2 × a² is 2a²
പ്ലസ് 2 ഇൻറ്റു എ ബി 2ab പ്ലസ് 3 മൈനസ് എ ബി. എങ്ങനെയാണ് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലായല്ലോ. ബ്രാക്കറ്റിന് പുറത്തുള്ള 2 ആയിട്ട് നമ്മൾ എ സ്ക്വയറിനെ മൾട്ടിപ്ലൈ ചെയ്യണം, എ ബിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ 2a² പ്ലസ് 2ab പ്ലസ് 3 മൈനസ് എ ബി എന്ന് എഴുതി. ലൈക്ക് ടേംസ് ഒക്കെ ഒന്നിച്ചെഴുതാം നമുക്ക്. അപ്പോൾ 2a² ആയിട്ടുള്ള വേറെ ടേംസ് ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് 2ab മൈനസ് എ ബി ഉണ്ട് അല്ലേ. അപ്പോൾ അത് രണ്ടും ഒന്നിച്ചെഴുതാം. 2ab മൈനസ് എ ബി പ്ലസ് 3. അടുത്ത സ്റ്റെപ്പ് 2a² അങ്ങനെ തന്നെ എഴുതി. 2ab മൈനസ് എ ബി എന്ന് പറയുമ്പോൾ അത് 1ab ആണ്. അപ്പോൾ എ ബി എന്ന് മാത്രം എഴുതിയാൽ മതി. പ്ലസ് 3. a ഈക്വൽസ് ടു 5ഉം b ഈക്വൽസ് ടു -3ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 ഇൻറ്റു 5² പ്ലസ് 5 ഇൻറ്റു -3 പ്ലസ് 3 ഈക്വൽസ് ടു 2 ഇൻറ്റു 5² 2 ഇൻറ്റു 25. 5² എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 5 അല്ലേ. 5 ഇൻറ്റു 5 25 ആണ്. പ്ലസ് 5 ഇൻറ്റു -3 ഈസ് -15 പ്ലസ് 3 ഈക്വൽസ് ടു 2 ഇൻറ്റു 25 ഈസ് 50 പ്ലസ് -15 പ്ലസ് 3 ഈക്വൽസ് ടു 50 പ്ലസ് 3 ഒന്നിച്ചെഴുതാം. ഒരേ സൈൻ ഉള്ളതൊക്കെ നമുക്ക് ഒന്നിച്ചെഴുതാം. -15. 50 പ്ലസ് 3 ഈസ് 53 മൈനസ് 15. 53 മൈനസ് 15 എത്രയാണെന്ന് നോക്കാം. 3 മൈനസ് 5 പോസിബിൾ അല്ല. നമ്മൾ ഇവിടെ നിന്ന് ബോറോ ചെയ്യുന്നു. അപ്പോൾ ഇത് 13, ഇത് 4 ആയി മാറി. 13 മൈനസ് 5 8 ആണ്. 4 മൈനസ് 1 3. നമ്മുടെ ആൻസർ കിട്ടുന്നത് 38 എന്നാണ്. ഇവിടെ പറഞ്ഞ എല്ലാ സൊല്യൂഷൻസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. ഇൻട്രഡക്ഷൻ കാണാത്തവർ അതൊക്കെ കാണണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ വീഡിയോനെ കുറിച്ച് എല്ലാവരുടെ അടുത്തൊക്കെ ഒന്ന് പറയണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.